ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച്, കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുന്ന, പഠിക്കുന്ന ഈ പ്രത്യേക സമയങ്ങളിൽ കർത്താവ് ശ്രേഷ്ഠനായി, യോഗ്യനായി, ഉന്നതനായി നമ്മുടെ ഉള്ളങ്ങളിൽ വാഴുന്നൊരനുഭവം എന്നിപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടുവോളം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പാർക്കുക. പിന്നെയും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. അപ്പോൾ ജ്ഞാനത്തിൽ അതിശ്രേഷ്ഠനായി വെളിപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ ചെറുപ്രായം, ആ പ്രായത്തിലും ജ്ഞാനത്തിൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു. വളർച്ചയുടെ ഓരോ നിമിഷവും ജ്ഞാനത്താൽ നിറഞ്ഞ് വളർന്നു വന്ന ക്രിസ്തു. കർത്താവ് സകല കാര്യങ്ങളും അറിയുന്നു. കാരണം പൂർണ്ണ ദൈവവും മനുഷ്യനുമായിട്ട് ഭൂമിയിലേക്ക് വെളിപ്പെട്ടവനാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് അറിയാത്തതായിട്ടൊന്നുമില്ല. സകലത്തെയും മുന്നമേ അറിയുന്നു. ഇപ്പോൾ ഉള്ളതും വരുവാനുള്ള കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളുമെല്ലാം വ്യക്തമായിട്ടറിയുന്ന ക്രിസ്തു. നാം കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വ്യക്തമായിട്ടറിയുന്നവൻ. നാം മുൻപോട്ട് എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നും അറിയുന്നവനായ ദൈവം. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്ഭവവും അവസാനവും അറിയുന്നവനായ ദൈവം. നാം എവിടെ ആയിരിക്കുന്നു, എങ്ങനെ ആയിരിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു, എന്തെല്ലാം ഹൃദയത്തിൽ നിരൂപിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്നിത്യാദി കാര്യങ്ങൾ സകലതും അറിയുന്ന ജ്ഞാനിയായിരിക്കുന്ന, ജ്ഞാനത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ക്രിസ്തു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച്, അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 46-47 വാക്യങ്ങളിൽ കർത്താവ് ആലയത്തിൽ കടന്നു ചെന്ന് തൻ്റെ ചെറുപ്രായത്തിൽ അന്നത്തെ ലോകത്തിലെ ജ്ഞാനികളായിരിക്കുന്ന ശ്രേഷ്ഠന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് അവരുടെ ജ്ഞാനത്തെ വെല്ലുന്ന ജ്ഞാനത്താൽ, അറിവിനാൽ സംസാരിക്കുകയും അവരുടെ അറിവിൻ്റെ വാക്കുകൾക്ക് അവരുടെ അറിവിനേക്കാൾ ശ്രേഷ്ഠകരമായ മറുപടി കൊടുക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം അതിശയിച്ചു പോയി. ഈ ചെറുബാലന് ഈ അറിവ്, ഈ ജ്ഞാനം എവിടെ നിന്ന് ലഭിച്ചു എന്ന അതിശയത്തോടെ അവൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പുരോഹിതന്മാർ, പരീശന്മാർ, സദൂക്യർ, ഇന്നത്തെ ലോക നേതാക്കന്മാർ, തങ്ങളാണ് ജ്ഞാനികളെന്ന് അഭിമാനിച്ചിരുന്നവരെ അവരുടെ ജ്ഞാനത്തെ വെല്ലുന്ന ജ്ഞാനത്താൽ അവരോട് സംസാരിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു കർത്താവ്, അറിവിൻ്റെ ഉറവിടമായി വെളിപ്പെട്ട കർത്താവ്, മനുഷ്യൻ്റെ അറിവിനെ വെല്ലുന്ന അറിവിനാൽ അവരോട് സംസാരിക്കുന്ന ജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ ചെറുപ്രായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് സകലതും അറിയുന്നു. തങ്ങൾ വലിയ അറിവുള്ളവരെന്ന് അഭിമാനിച്ചു വരുന്നവരുടെ അറിവിനെ വെല്ലുന്ന അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ. ആ കർത്താവിൻ്റെ ജ്ഞാനത്തെ വെല്ലുവാൻ അന്നത്തെ ലോക ജ്ഞാനികൾക്ക് കഴിഞ്ഞില്ല. ഇന്നുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. മത്തായി എഴുതിയ സുവിശേഷം 12:42
ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോനിലും വലിയവനെന്നാണ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് ശലോമോനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. കാരണം അവന് ജ്ഞാനം ദൈവം കൊടുത്തു. ഭരണം ഏറ്റെടുത്തപ്പോൾ, ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായിട്ട് രാജാധികാരം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എന്താണ് അവന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ പറഞ്ഞത്, ഈ ജനത്തെ ഭരിക്കുവാനുള്ള വിവേകം, ജ്ഞാനം അവന് ചോദിച്ചു. ദൈവം അവന് അത് നൽകി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ശലോമോൻ്റെ ജ്ഞാനം, ആ ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും അവനിൽ നിന്ന് അടർന്നു വീടുന്ന അറിവിൻ്റെ വാക്കുകളെ വേണ്ടുവോളം ആസ്വദിക്കുവാനും ശേബാരാജ്ഞി പോലും അനേകം മൈലുകൾ താണ്ടി വിശേഷമായിരിക്കുന്ന സമ്മാനങ്ങളുമായിട്ട് ശലോമോൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അത്രമാത്രം കീർത്തിപ്പെട്ടിരുന്നു, അറിയപ്പെട്ടിരുന്നു ശലോമോൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ശലോമോൻ, ആ ശലോമോനേക്കാളും വലിയവനെന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണെങ്കിലും ആ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോനേക്കാൾ വലിയവനായ ക്രിസ്തു, ആ ക്രിസ്തുവിൽ പകരപ്പെട്ട ജ്ഞാനം, അവനാണ് ശ്രേഷ്ഠൻ, അവനാണ് യോഗ്യൻ. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു, പക്ഷേ അവനിൽ വീഴ്ചകൾ വന്നു, കുറവുകൾ വന്നു. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോനേക്കാൾ വലിയവനായ കർത്താവിൽ ഒരു കുറവുമില്ല, വീഴ്ചയുമില്ല. അവൻ പൂർണ്ണമായിട്ടും വിശുദ്ധൻ എന്ന് കാണുവാൻ കഴിയുന്നു. ശലോമോൻ്റെ ജ്ഞാനത്താൽ ശലോമോൻ മനോഹരമായിരിക്കുന്ന, പ്രൗഢഗംഭീരമായിരിക്കുന്ന ദേവാലയം പണിതു, അരമനകൾ പണിതു, പാണ്ഡികശാലകൾ പണിതു. അതിൻ്റെ പണിക്ക് ഉപയോഗിച്ച വിശേഷമായിരിക്കുന്ന തടികൾ, പൊന്ന്, അതിൻ്റെ തൂക്കങ്ങളൊക്കെ വളരെ വലുതായിരുന്നു. എൻ്റെ പണിക്കാരും ശ്രേഷ്ഠന്മാരായിരുന്നു. അപ്പോൾ തൻ്റെ ജ്ഞാനത്താൽ പല കാര്യങ്ങളും ചെയ്തെടുത്തു. എന്നാൽ ക്രിസ്തുവെന്ന ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശ്രേഷ്ഠനായ ക്രിസ്തു ആ ശലോമോനിലും വലിയവൻ. ശലോമോൻ ഒരു ആലയം പണിതു തൻ്റെ ജ്ഞാനം കൊണ്ട്, പാണ്ഡികശാലകൾ പണിതു, അരമനകൾ പണിതു. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോനിലും വലിയവനായ ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് ഒരു സഭയെ പണിതെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു നിത്യാലയം, നിത്യഭവനം, പുത്തൻ യെരൂശലേം പട്ടണം. ഇത് ലോകമനുഷ്യൻ്റെ ജ്ഞാനത്താൽ, അറിവിനാൽ പണിതെടുക്കുന്നതല്ല. ക്രിസ്തുവെന്ന ജ്ഞാനികളിൽ വളർന്നു വന്നവൻ, ജ്ഞാനത്താൽ നിറഞ്ഞു വളർന്നു വന്നവൻ, അവനാൽ പണി കഴിക്കപ്പെടുന്ന ഒരു പട്ടണം, അതിൽ പാർക്കേണ്ടവരെ ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നു. ഇന്നും അനേകരെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തു ജ്ഞാനിയാണ്. അവൻ്റെ ജ്ഞാനത്തെ വെല്ലുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ലോകത്തിലെ ഒരു മനുഷ്യന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവനെ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. യാക്കോബിൻ്റെ ലേഖനം 1:5 കാണുവാൻ കഴിയുന്നു. ജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ക്രിസ്തുവിൽ പകരപ്പെട്ട ജ്ഞാനം, അവനിൽ നിറഞ്ഞു നിന്ന അത്
അറിവുകൾ. ഒരുവൻ അറിവ് കുറവാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ വരട്ടെ, അവന് ലഭിക്കും. അവന് ചോദിക്കട്ടെ, യാചിക്കട്ടെ. അപ്പോൾ ഞാനും കുറവാകുന്നുവെങ്കിൽ യാചിക്കുന്ന തൻ്റെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് ജ്ഞാനത്തിൽ അതിശ്രേഷ്ഠനാണെങ്കിൽ അവൻ്റെ ജ്ഞാനത്തെ നമ്മളിലേക്ക് പകർന്നു തരും. ഒരുവനിൽ അത് കുറവാകുന്നുവെങ്കിൽ അവൻ ദൈവത്തോട് യാചിച്ച് അത് ലഭിക്കും. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് പഠനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ട അറിവ് കുറവാകുന്നുവെങ്കിൽ യാചിച്ചാൽ അതിനെ നൽകി അനുഗ്രഹിപ്പാൻ ദൈവം ഒരുക്കമാണ്. അപ്പോൾ ജ്ഞാനികളിൽ ശ്രേഷ്ഠനാരെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കും ശലോമോനേക്കാൾ വലിയവൻ, ശ്രേഷ്ഠൻ, യോഗ്യൻ. ആ കർത്താവിൻ്റെ അടുത്ത് വരാം. അവനിൽ നിന്ന് വേണ്ടുവോളം ജ്ഞാനം പ്രാപിച്ചെടുക്കാം. അതിന് ക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ. വചനം പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതിൽ മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, പിടികിട്ടാത്ത, അറിയുവാൻ കഴിയാത്ത കാര്യങ്ങൾ. കർത്താവിനോട് ചോദിച്ചാൽ അതിൻ്റെ പൊരുളുകളുടെ കലവറകളെ തുറന്ന് നമ്മളിലേക്ക് അത് പകർന്നു തരും. കാരണം കർത്താവ് സകലതും അറിയുന്നവൻ. ആ കർത്താവിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.